അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒന്നിച്ച് നിന്ന് ആടുകയും ചാടുകയും കളിക്കുകയും ചെയ്യുമ്പോൾ അത് അവരുടെ മാനസികമായ അവസ്ഥയെ മോശപ്പെടുത്തുക. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ഇവിടെ സംസാരിക്കാൻ പോകുന്ന കാര്യത്തിനെ പറ്റി കൂടുതൽ ആമുഖത്തിൻ്റെയും മുഖവരിയുടെയും ആവശ്യമില്ല. വേറൊന്നുമല്ല, നമ്മുടെ സൂംബയുടെ പലവിധ പ്രശ്നങ്ങളാണ്. സൂംബയ്ക്ക് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാണ് എന്ന് വേണം പറയാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂംബയ്ക്ക് ഇത്രയധികം മോശപ്പെട്ട വശങ്ങളുണ്ട് എന്നുള്ളതും, അതുപോലെ സൂംബ ഇത്രയും മോശപ്പെട്ടൊരു കലയാണെന്നുള്ളതും, എന്താ പറയുക, കല എന്നല്ല, ഒരു 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 ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് എന്നുള്ളതും എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മതപണ്ഡിതരും എല്ലാവരും കൂടി ചേർന്ന് ഇതിന് എത്രയധികം വിമർശന വിധേയമാക്കിയപ്പോഴാണ് എനിക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഈ ചെങ്ങ എന്ത് പറയുന്നതല്ലേ. സംഭവം ശരിയാണ്. കാരണം വെച്ചാൽ അതുപോലെയാണ് നമ്മൾ എത്ര വികസിച്ചു എന്ന് പറഞ്ഞാലും, മനസ്സുകൊണ്ടായാലും സാംസ്കാരികമായിട്ട് നമ്മൾ എത്ര വികസിച്ചു, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ ആ ഒരു മണ്ടന്മാരുടെ ഗണത്തിലേക്ക് മെല്ലെ മാറിപ്പോയേക്കാം. ഞാനൊന്നും ഒരിക്കലും മാറില്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞു എന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും നമ്മൾ മാറരുത്. നമുക്കിതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവണം. എങ്ങനെയാണ് നമ്മുടെ സമീപനം ആ രീതിയിലായിരിക്കും. നമ്മളുടെ പിന്നെ ഇതിനെ പറ്റിയുള്ള അറിവുകളെ അല്ലെങ്കിൽ സമീപനത്തെ വേറൊരു സംഭവങ്ങളോ എന്താ പറയുക, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. സൂംബ എന്ന് പറയുന്ന വ്യായാമ മുറ, സൂംബ എന്ന് പറയുന്ന വ്യായാമ രീതി വളരെയധികം പ്രചാരത്തിലുള്ള, ലോകം മൊത്തം ഒരുപാട് ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ ദിവസവും കളിച്ച് തിമിർത്ത് ആടി തിമിർത്ത് എക്സസൈസ് ചെയ്ത് വിയർപ്പൊഴുക്കി ചെയ്യുന്നൊരു സാധനമാണ് സൂംബ. നമ്മുടെ നാട്ടിൽ ആ ഒരു സംഭവം നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ കുട്ടികൾക്കിടയിൽ എന്താ പറയുക, ഒരു പുതിയൊരു മാറ്റത്തിന് വേണ്ടി, ലഹരിക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സൂംബ നമുക്ക് കൊണ്ടുവരികയാണ്. സംഭവം എന്തായാലും മോശപ്പെട്ട ഒരു ഐഡിയ ഒന്നുമില്ല, വളരെ നല്ലൊരു ഐഡിയ തന്നെയാണ്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ കുറ്റം പറയാനൊന്നുമില്ല. കാരണം വെച്ചാൽ സൂംബ ഡാൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല എൻജോയ്, നമുക്ക് പറയാം, ഒരു എക്സസൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സംഭവമാണ്. ഇപ്പോൾ ജിമ്മിൽ പോവുക, അതുപോലെ തന്നെ വീട്ടിൽ നമ്മുടെ ബോഡി വെയിറ്റ് യൂസ് ചെയ്തിട്ടുള്ള എക്സസൈസ്, അതുപോലെ മറ്റുള്ള പലതരത്തിലുള്ള എക്സസൈസ് ഉണ്ട്, റണ്ണിങ്, വാക്കിംഗ്, അങ്ങനെ പല 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 കൈക്കോട്ട് കിളക്കൽ, ഒക്കെ ചെടി നടാൻ വേണ്ടിയുള്ള മണ്ണെടുക്കൽ, മറ്റത് മറച്ചത് കല്ലെടുക്കൽ, അങ്ങനെ ഒക്കെ എക്സസൈസ് ആണ്. അപ്പൊ ഇതിനൊക്കെ അപേക്ഷിച്ച് സൂംബ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, അപ്പൊ യോഗ ആണെങ്കിലും കുറച്ച് ടഫാണ് അല്ലേ. സൂംബ ടഫല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ സൂംബ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയ്ക്കാണെങ്കിൽ സൂംബ പോയിട്ട് ചെയ്യാൻ ഭയങ്കര സുഖം. കാരണം വെച്ചാൽ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കാം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ആർക്കാ പാട്ട് വെച്ച് ഡാൻസ് കളിക്കാൻ ഇഷ്ടമില്ലാത്തല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു വീഡിയോ ഉണ്ട്, ഇങ്ങനെയുള്ള പല വീഡിയോകളും നമുക്ക് അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം വെച്ചാൽ ഇതൊക്കെ സംസാരിക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷമായി ലോകം കണ്ട ചില സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. ഇവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്ക് ഉത്തരമല്ല കേട്ടോ. കാരണം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവരെന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളത്. അപ്പോൾ ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു. ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രായത്തിലെ കുട്ടികൾ അവരുടെ ശരീരഭാഗങ്ങൾ അത് പ്രകടിപ്പിക്കുന്ന വിധത്തിലുള്ള ഡ്രില്ല് ഇങ്ങനെ മിക്സഡ് ആയിട്ട് ചെയ്തു. ഇപ്പൊ ഈ വീഡിയോയിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പലരും പല രീതിയിലാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തി വേറൊരു വ്യക്തിയുടെ വേറെ വീഡിയോ ഉണ്ട്, അത് കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സൂംബയുടെ മോശപ്പെട്ട വശങ്ങളെ പറ്റിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്താണ് പറയുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. ഇവരൊക്കെ പറയുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന വെച്ചാൽ സൂംബ കളിക്കുന്ന പെൺകുട്ടികളോ ആൺകുട്ടികളോ കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുത്തിട്ട് അങ്ങനെ എന്താ പറയുക, പാട്ടൊക്കെ വെച്ചിട്ട് പബ്ബിൽ ഡാൻസ് കളിക്കുന്നതിനോടുള്ള കളിയാണ് അവർ വിചാരിക്കുന്നത്. ഇങ്ങനെയൊന്നും നല്ല സംഭവം. ഓക്കെ, ഇതൊന്നും മനസ്സിലാക്കാൻ പോലും ഇവർ ശ്രമിക്കുന്നില്ല എന്നാവുന്നത്. ഒന്നുകിൽ ഇവർ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. ഇത് അൾട്ടിമേറ്റ്ലി എനിക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പോൾ ഇത് മുസ്ലിംസിനെ കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടായല്ലോ. അപ്പൊ മുസ്ലിംസിന്റെ പ്രശ്നമാണെന്ന് വെച്ചാൽ മുസ്ലിംസിന്റെ പ്രശ്നമല്ല അത്. ഇസ്ലാമിൽ അങ്ങനെയുള്ള ചില ട്രഡീഷണൽ കാഴ്ചപ്പാടുകൾ ഉണ്ടെന്നിരിക്കെ ഭൂരിഭാഗം മുസ്ലിം ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല പോലൊന്നും ഈ ഒരു രീതിന് ഇവർ പറയുന്നതിനോടൊന്നും യോജിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് പ്രായഭേദമന്യ ആൾക്കാരുണ്ടാവും. ഓക്കെ, അതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇസ്ലാമിനെ മാത്രം അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ, മുസ്ലിംസിനെ മാത്രം അങ്ങനെ കുറ്റപ്പെടുത്തും? എൻ്റെ അഭിപ്രായത്തിൽ മുസ്ലിംസിനെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു സൂംബ ഡാൻസിന്റെ ക്ലാസ് ഞാനിപ്പോൾ തുടങ്ങി വിചാരിക്കുന്നത് നാട്ടിൽ എൻ്റെ ടെറസിന്റെ മുകളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മുറ്റത്ത് വെച്ചിട്ട് നല്ല പാന്തലൊക്കെ കിട്ടി ഞാൻ സൂംബേൻ്റെ ഡാൻസിന്റെ 2 സ്പീക്കറൊക്കെ വാങ്ങി സെറ്റാക്കി സൂംബ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഞാനൊരു പരിപാടി അങ്ങോട്ട് തുടങ്ങി. ഞാൻ പറയട്ടെ, ആടെ മുസ്ലിംസ് എന്നില്ല,
ക്രിസ്ത്യൻസ് എന്നില്ല, ഹിന്ദുക്കളെന്നില്ല, ബുദ്ധരെന്നില്ല, ജൈനരെന്നില്ല, അങ്ങനെ ഒരു മതക്കാരെന്നില്ല. ഓക്കെ, ഇത് അതിന്റെ ചുറ്റുവട്ടത്ത് കൂടെ പോകുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ നമ്മുടെ നാട്ടും പുറത്തെ ആൾക്കാരൊക്കെ ചിന്തിച്ചു നോക്കുക. ഞാനിങ്ങനെ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ കുറെ നല്ല കുട്ടികളെയും കൊണ്ട് സുന്ദരികളായ ചെറുപ്പക്കാർ, സുന്ദരന്മാരായ ചെറുപ്പക്കാർ, സുന്ദരികളായ പെൺകുട്ടികൾ, ഇവരൊക്കെ ഉണ്ട്, വേണ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിക്കോട്ടെ. അപ്പൊ ഇതിനകത്ത് വിമർശന വിധേയമാകാൻ വളരെ ഈസിയായിട്ട് കഴിയും. ഞാൻ തുടങ്ങി 1-2 ദിവസത്തിനിടയിൽ തന്നെ ആൾക്കാരെന്ത് പറയും, അതായത് ഇവനെന്ത് നായത്, കുറെ പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി ചേർന്ന് മറ്റേ ഇറുകിയ ഡ്രസ്സ് ഇട്ടിട്ട് ചാടി തുള്ളി അഴിഞ്ഞാടുക എന്നൊക്കെ പറയാം. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, അത് കണ്ടുപോകുന്ന ആൾക്കാർ, അതിലിപ്പോ ഹിന്ദുക്കൾ പറയും, ക്രിസ്ത്യൻസ് പറയും, മുസ്ലിംസ് പറയും, പറഞ്ഞ എല്ലാ മതക്കാരും പറയും. ഓക്കെ, കാരണം വെച്ചാൽ അതൊരു നാടിന്റെ, നമ്മുടെ വളർന്നു വന്ന കൾച്ചറിന്റെ ചുറ്റുപാടിനനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന് ഇതിനെപ്പറ്റി സംസാരിച്ച ആ പുതിയ, ഇപ്പൊ നിങ്ങൾക്ക് ഒട്ടുമുന്നെ കണ്ട വീഡിയോയിൽ അച്ചങ്ങായില്ല, അത് സംസാരിച്ചോ എനിക്കൊന്നും പറയാമല്ലോ, ഒരു പോക്ക് ചങ്ങായ. സ്കൂളുകളിൽ ജിമ്മ് നടപ്പിലാക്കുകയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എതിർപ്പറ്റ് വരുമല്ലോ. എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇതിന് ഇതിൻ്റെതായ ഒരു കൾച്ചറൽ എലമെന്റ് ഉണ്ട്. അതിനോട് ഞങ്ങൾക്ക് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം. ജിമ്മിന് പോകണമെങ്കിൽ ചിലപ്പോൾ അല്പവസ്ത്രമൊക്കെ ധരിക്കേണ്ടി വരും, അത് നിങ്ങൾ എതിർക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ അല്പവസ്ത്രം ധരിച്ചേ പറ്റൂ, ജിമ്മിൽ പോകാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എതിർക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ എനിക്ക് പറയാനുള്ളത്, കാരണം ഇത്രയും പഠനം കൊണ്ട് ഈ ചെറുപ്പക്കാരൻ ഇമാതിരി സംസാരിക്കുന്നത് വളരെ മോശമാണ്. അവൻ അത്രത്തോളം മതം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. അപ്പോൾ കുറച്ചുകൂടി കാര്യമെടുക്കുക. അവർ മതപണ്ഡിതൻ അവർ പഴയ ആൾക്കാരാണ്. എനിക്ക് അവരെ ഇതിനകത്ത് ക്രിട്ടിസൈസ് ചെയ്യാൻ താല്പര്യമില്ല. അവർ പഴയ ആൾക്കാരാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ വല്യപ്പന്മാരും വല്യച്ഛന്മാരും ഒക്കെ ഇങ്ങനെ തന്നെ ഈ ഒരു രീതിയിലായിരിക്കും ഇതിനെ കണക്കാക്കുക. കാരണം എന്ന് വെച്ചാൽ ഒരു ഫുള്ള് DJ ഡാൻസ് ഒക്കെ വെച്ച്, അല്ലെങ്കിൽ അടിപൊളി പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യാൻ ചെയ്ത ദിവസം ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അത് വെച്ചാൽ ആ ഒരു നമ്മൾ വളർന്നു വന്ന കാഴ്ചപ്പാട്, അവർ പഴയ ചിന്താഗതി അതിനെ തീർച്ചയായും എതിർക്കും. ഓക്കെ, ജിമ്മിൽ പോകുന്നവരെ ഒരു കാലത്ത് ഒരു ആഡംബരമായിട്ട് അല്ലെങ്കിൽ ശരിയായ ഒരു കാര്യമായിരുന്നില്ല. ഇപ്പൊ തന്നെ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ നാട്ടിൻ പുറത്തോടെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ പിന്നെ ജിമ്മിൽ പോകാനായിരിച്ചു ദിവസം, അത് നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ അവർ മുറുമുറുകാർ, ഓള് രാവിലെ ജിമ്മിലേക്ക് പോകും, എന്ത് വിചാരിച്ചിട്ടാ പെൺകുട്ടികൾ അങ്ങനെ ജിമ്മിൽ പോകും, അങ്ങനെ ചിന്തിക്കുന്നൊക്കെ ആൾക്കാർ ഇപ്പോഴും നാട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള വലിയ പ്രായമായ മതപണ്ഡിതർ, ഇസ്ലാം മുസ്ലിം മതപണ്ഡിതന്മാർ ആ രീതിയിലായി സംസാരിച്ചതെന്ന് നമുക്കങ്ങ് തള്ളിക്കളയാം. അപ്പോൾ അതൊരു എന്താ പറയാ, പിന്നെ നബിക്കൊന്നും ഇത് അറിയൊന്നുമില്ല, നബീനൊന്നും ഇതിൻ്റെ അകത്തേക്ക് വെറുതെ വലിച്ചടയ്ക്കണ്ട. കാരണം മൂപ്പരെ വിമർശിക്കാൻ നമുക്ക് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവും. മറ്റേ നമ്മൾ ആരിഫ്ക്കൊക്കെ ഒരുപാട് അതൊക്കെ കാരണം ഉണ്ടാവും, ഇവർക്കൊന്നും ഇതിനകത്ത് അറിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ കൂടുതലായി കുറ്റപ്പെടുത്തുന്നത് നമ്മളെ ചുറ്റുവട്ടത്തുള്ള ഇതിനെപ്പറ്റി ലോകം കണ്ട ആൾക്കാരെ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, പിന്നെ മതഭേദമന്യേ ഇതിന് എതിർപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ സൂംബ എന്ന് പറയുന്നൊരു സംഭവം കുട്ടികളിലേക്ക് എത്തിക്കുന്നത് വഴി, ശരിക്കും പറയട്ടെ, എനിക്കറിയാം ഈ ജിമ്മിൽ അതുപോലെ തന്നെ ചില എക്സസൈസുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ട പലരും ഈ എന്താ പറയുക, ഈ ലഹരി എന്നുള്ള സംഭവത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ പല ഫ്രണ്ട്സ് ഒരുത്തൻ എന്ന് ചെയ്യാൻ ഇങ്ങനെ അവൻ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു, സിഗരറ്റ് വലിക്കുമായിരുന്നു. ഓക്കെ, അവൻ ഈ ഫുട്ബോൾ എന്നുള്ള സംഭവത്തിലേക്ക് മാറിയപ്പോൾ, അവന് കളിക്കാൻ തുടങ്ങിയപ്പോൾ അവന് സിഗരറ്റൊക്കെ പൂർണ്ണമായി, കാരണം സിഗരറ്റ് വലിച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കാനാവില്ല, അവൻ സിഗരറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അതുപോലെ തന്നെ മദ്യപാനം വളരെ കുറച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ വശങ്ങളും ഇതിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലഹരിക്കെതിരെ സൂംബ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് നല്ലൊരു സംഭവമാണ്. പൂർണ്ണമായി അത് വിജയിച്ചോളണമെന്നില്ല, ഒന്നിനൊന്നിനും കിട്ടൂലല്ലോ. അപ്പോൾ എന്നാലും പറ്റിയാലൊരു 10 കുട്ടികളാണ് അതിൻ്റെ അകത്ത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഈ വിമർശനത്തിന്, സൂംബ എന്ന് പറയുന്ന സംഭവത്തിന് വിമർശിക്കുന്ന ആൾക്കാർ, ചിന്തിക്കുന്ന അവരൊക്കെ വളരെ പുറകിലുള്ള ആൾക്കാരാണ്. അതായത് ചിന്താഗതി വളരെ മോശമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയെ ഒരു എന്താ പറയുക, ഈ ലൈംഗികപരമായി മാത്രം ഇതിനെ കാണുന്നത്. ഇറുകിയ വസ്ത്രം ധരിച്ച് പെൺകുട്ടികൾ ഇങ്ങനെ ഡാൻസ് ചെയ്യുക, അല്ലാതെ വലിയ മറ്റേ എന്താ പറയുക മുണ്ടും ജട്ടയൊക്കെ ഇട്ടിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറ്റൂല. കാരണം വെച്ച് കഴിഞ്ഞാൽ പുതിയ കാലത്തിന്റെ കാര്യങ്ങൾക്ക് പുതിയ കാലത്തെ ഡ്രസ്സ് തന്നെ വേണ്ടി വരും. അതുപോലെ വേറൊരു സംഭവമുണ്ട്. കാരണം വെച്ചാൽ ഇങ്ങനൊക്കെ പറയുന്ന ആൾക്കാർക്ക് പെൺകുട്ടികളൊന്നും പാടുന്നതും ആടുന്നതും അതുപോലെ തന്നെ അവർ ഫൺ എന്ന് പറയുന്ന ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്നുള്ള എനിക്കറിയാം. ഓക്കെ, എനിക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കുറെ ആൾക്കാരാണ് ഈ ഒരു സംസാരമൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ പറയാ, എടുത്തിട്ടിങ്ങനെ പകഞ്ഞു മാറ്റി നമ്മുടെ വഴി വെട്ടിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ് എന്ന് ഞാൻ
പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോൾ ഇപ്പം അല്ലാത്ത ഡ്രസ്സ് ഇട്ട് പോയി, എന്നാലും പെൺകുട്ടികളെ കാണാൻ ആകർഷണീയതല്ലേ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ ഡ്രസ്സ് ഇട്ട് പോകുന്ന ആൾക്കാരെയും ചെക്കന്മാർ പ്രണയിക്കുന്നില്ലേ? അല്ലെങ്കിൽ പെൺകുട്ടികൾ അങ്ങോട്ട് പ്രണയിക്കുന്നില്ലേ? മുസ്ലിം പെൺകുട്ടികളെ പ്രണയിക്കുന്നു, ഹിന്ദു പെൺകുട്ടികളെ, ക്രിസ്ത്യൻ അങ്ങനെ പലരെയും പ്രണയിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. കാരണം വെച്ചാൽ സ്കൂളിൽ കുട്ടികൾ ഡാൻസ് കളിച്ചു എന്ന് വെച്ചിട്ട് ഒന്നും വരാൻ പോകുന്നില്ല. കാരണം വെച്ചാൽ കുട്ടികൾ ആരും ഒരു പക്ഷേ ഇതിനകത്ത് കളിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, എൻ്റെ അഭിപ്രായം എങ്ങനെയാണ്, കളിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ നിർബന്ധിച്ച് കളിപ്പിക്കണം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ ക്ലാസ്സിലിരിക്കണം, ക്ലാസ്സിനെ പഠിച്ചിരിക്കണം, അതിൻ്റെ എക്സാം എഴുതണം എന്ന് പറയുന്നത് പോലെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യത്തിനില്ല. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, കളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ, വീട്ടിൽ നിന്ന് സമ്മതമുള്ള ആൾക്കാർ സമ്മതിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്തോട്ടെ. അതിനെ നമ്മൾ വിമർശിക്കാനോ അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് വിലക്കാനോ പോകരുത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമ്മൾ പരിഷ്കൃത സമൂഹം എന്നാണ് മലയാളികൾ നമ്മളെ തന്നെ വിളിക്കുന്നത്. അപ്പോൾ ഈ പരിഷ്കൃത സമൂഹത്തിൽ ഇതൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാർ കാണുന്നുണ്ട്. പരിഷ്കൃത സമൂഹത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ ചർച്ച നടത്തുകയാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാരൊന്നും ഒരിക്കലും പരിഷ്കൃത സമൂഹമാണ് നമ്മൾ എന്ന് പറയാൻ ധൈര്യം കാണിക്കരുത്. അതുപോലെ തന്നെ പിന്നെ ഡെമോക്രാറ്റിക് കൺട്രിയാണ് നമ്മളുടേത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ മതസംഘടനകളുമായി ചർച്ച ചെയ്തിട്ട് മാത്രമേ സ്കൂളുകളിലൊക്കെ കൊണ്ടുവരാവൂ എന്ന് പറയുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മതപരമായിട്ടുള്ളൊരു ചടങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതം മാത്രം ഉണ്ടാക്കിയ, മതത്തിൻ്റെ മേലധ്യക്ഷന്മാർ ഉണ്ടാക്കിയ ഒരു എക്സസൈസ് രൂപമോ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മത സംഘടനയായിട്ടോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരായിട്ടോ കൂടിയാലോചിച്ച് ചിന്തിച്ച് മറ്റത് മറിച്ചത് അതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലോങ് ജമ്പിൽ ചാടാൻ പോകുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അതിനൊരു വസ്ത്രം ഉണ്ടല്ലോ. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു പക്ഷേ ലോങ് ജമ്പിൽ ചാടി ലോകത്ത് വലിയൊരു സംഭവമാണെന്നുണ്ടാവും. അവരെയൊക്കെ എതിർക്കാൻ നമ്മൾ പോകുക. കാരണം വെച്ചാൽ അത് മതത്തിനോട് കൂടി ആലോചിക്കാൻ പറ്റുമോ? കുട്ടികളെ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഒരു സ്കൂളിൽ എത്ര മുസ്ലിം കുട്ടികളുണ്ടാവും? ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഒരുപാട് മുസ്ലിം കുട്ടികളുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ലോങ് ജമ്പിൽ അതുപോലെ ഓട്ടത്തിലും ചാട്ടത്തിലും അതുപോലെ തന്നെ മറ്റുള്ള സ്പോർട്സ് ഇനങ്ങളിലും പങ്കെടുക്കാൻ ഇഷ്ടമുള്ള പെൺകുട്ടികൾ വരുമ്പോൾ സ്കൂളിലെ ആൾക്കാർ ആ പെൺകുട്ടികളെ മാതാപിതാക്കന്മാരെ വിളിച്ച് അതുപോലെ ചുറ്റുവട്ടത്തുള്ള മതമേലധ്യക്ഷന്മാരെ വിളിച്ച് ഞങ്ങളെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ കുറേ പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ ചാടാനും ഓടാനും മറ്റു താല്പര്യമുണ്ട്, അവരെ ഞങ്ങൾ ഒന്ന് പ്രോത്സാഹിപ്പിച്ചോട്ടെ എന്ന് ചോദിക്കണം എന്നുള്ള നിലയിലാണ് ഈ സംഭവം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. സൂംബ എന്ന് പറയുന്ന സംഭവം ഒരു എക്സസൈസ് രീതി ആയതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക്കലി മറ്റുള്ള പാർട്ടികളുമായി സംവദിച്ചുകൊണ്ടും ചർച്ച ചെയ്തുകൊണ്ടും അതിലൊരു തീരുമാനമെടുക്കേണ്ട ബാധ്യത നമ്മുടെ ഗവൺമെന്റിന്, LDF ഗവൺമെന്റിന് ഇല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പുതിയ സമൂഹം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയുള്ള സംഭവം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ശരിക്കും വർഗീയമായിട്ടുള്ള കൂടുതൽ ചേരിതിരിവുണ്ടാക്കാൻ ഇതിന് ഈ ഒരു സംഭവത്തിന് സാധിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലരും ഒരു ആയുധമായി അല്ലെങ്കിൽ ഒരു വടിയായി മറ്റുള്ള ആൾക്കാരെ അടിക്കാനായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. അത് ഞാൻ നിങ്ങളൊക്കെ അറിയിക്കട്ടെ. നിങ്ങളെല്ലാം ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഞാനും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയുടെ ടേക്സ് ഇതിനകത്ത് എഴുതുകയാണ്. പാർട്ടികളെ പറ്റി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിനകത്തൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ചിലപ്പോൾ മുസ്ലിം ലീഗ് ആയാലും അതുപോലെ തന്നെ മറ്റുള്ള തീവ്ര ചിന്താഗതിയുള്ള മുസ്ലിം സംഘടനകളൊക്കെ ഇതിനെ വളരെയധികം എതിർക്കുന്നുണ്ടെങ്കിൽ കൂടിയും കോൺഗ്രസ് ഒരു തൃശങ്കും ഇല്ലാന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ അനുകൂലിക്കാനും പറ്റൂല, പ്രതികൂലിക്കാനും പറ്റൂല എന്നുള്ള എന്താ ചെയ്യേണ്ടതെന്നുള്ളവർക്ക് ഒരു നയം എത്തിയിട്ടില്ല എന്നാണ് പലരുടെയും ന്യൂസ് അവറിലുള്ള മറ്റേ അങ്ങനെയുള്ള ഈ ചാനൽ ചർച്ചകളിലുള്ള ആവേശം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. പക്ഷേ CPM അതിനെ കൃത്യമായി ഇതാകുന്നുണ്ട്. കാരണം അവരുടെ ഗവൺമെന്റ് കൊണ്ടുവന്നൊരു സംഭവമാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തവർക്ക് പറ്റുള്ളൂ. അപ്പോൾ BJP തീർച്ചയായും ഇതിനൊരു രാഷ്ട്രീയ ആയുധമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഇതിനെ ആക്രമിക്കാനായിട്ട് അതിൽ മതവിഭാഗത്തെ അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് കാണിക്കാനായി യൂസ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ രാഷ്ട്രീയം. അങ്ങനെ എല്ലാവരും രാഷ്ട്രീയം, ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു വിഷയം കൊണ്ടുവരുമ്പോൾ ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ CPM അതിനെ അനുകൂലിക്കുന്നുണ്ടെന്നിരിക്കെ ഇതൊരു പക്ഷേ BJP ആയിരുന്നു കൊണ്ടുവന്നിരുന്നെങ്കിൽ CPM ഇതിനെ ഒരു പക്ഷേ എതിർക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് ഇതുപോലെ ഒന്ന് അനുകൂലിക്കാനൊന്നും ഈ ചാനൽ ചർച്ചകളിൽ നിന്ന് ആൾക്കാർ ചെയ്യൂല. കാരണം വെച്ചാൽ എവിടെയും ഇതിൻ്റെ ഒക്കെ മുന്നിൽ രാഷ്ട്രീയം എപ്പോഴും ഉണ്ടാവും. മനസ്സിലാക്കണം. ഇതിപ്പോൾ കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു കൊണ്ടുവന്നതെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന നയം ഒരു പക്ഷേ CPM അന്നേരം എടുത്തേനെ. ഓക്കെ, BJPക്ക് എങ്ങനെയാലും ഇപ്പോൾ BJP ആണ് അധികാരത്തിലിരുന്നതെന്ന് ചോദിച്ചാൽ BJP എങ്ങനെ അധികാരത്തിലിരുന്നെന്ന് വെച്ചാൽ ഇത് കൊണ്ടുവന്നിരുന്നെങ്കിൽ വലിയ ഇഷ്യൂ ആയനെ. നിങ്ങളതൊന്നും ചിന്തിച്ചു പോകും.
BJP കേരളത്തിൽ അധികാരത്തിലുണ്ട്. BJP ഗവൺമെന്റാണ് ഈ ഒരു സംഭവം കൊണ്ട് സ്കൂളിൽ സൂംബ നിർബന്ധമാക്കുക അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികളും കൂടി അതിനെതിർത്തന്നെ. അപ്പൊ ഇതെന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികളെ നമുക്ക് പൂർണ്ണമായിട്ടും വിടാം. കാരണം വെച്ചാൽ അവർ അവരുടെ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് നേതാക്കന്മാർ അതിന് വേണ്ടിയിട്ട് തന്നെ നോക്കുള്ളൂ. എങ്ങനെ ജനങ്ങളെ കുറച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മളെ ഇതിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. നല്ല രാഷ്ട്രീയ പ്രവർത്തകന്മാരൊന്നും ഇന്ത്യത്ത് തോന്നിയാസം പറയില്ല, മോശപ്പെട്ട അഭിപ്രായം പറയില്ല. എങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സൂംബ എന്ന് പറയുന്നത് വളരെ നല്ലൊരു മികച്ച ഒരു വ്യായാമ രീതിയാണ്. ഞാനും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു രീതി. ഇനിയിപ്പോൾ അത് വ്യാഖ്യാനിക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് എന്താ പറയുക, കുറച്ച് പെൺകുട്ടികളുടെ കൂടെ പോയി ഡാൻസ് കളിക്കാം എന്നുള്ളതിലുപരി ഞാൻ ഇതുവരെ സൂംബ പെൺകുട്ടികളോട് കളിച്ചിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ അതിലുപരി ഇതിനൊരുപാട് തലങ്ങളുണ്ട്. വളരെ സുഖകരമായി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നന്നായി ഡാൻസ് ചെയ്തിട്ട് ആഘോഷിച്ച് സന്തോഷിച്ച് വീട്ടിൽ പോകാൻ പറ്റുന്നൊരു സംഭവമാണ്. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ പബ്ബിലൊക്കെ പോയി ഡാൻസ് കളിച്ച് വെള്ളമടിച്ച് ഡാൻസ് കളിക്കുന്നത് കുറയുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഇത് കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ 2 പ്രാവശ്യം പിന്നെ അവിടെ പോയി കളിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ശരിക്കും. പിന്നെ ഞാൻ എന്താ പറയാൻ വിട്ടു, ഞാൻ ഇന്നാളെ ചാനൽ ചർച്ചയിൽ കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഇങ്ങനെ കളിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പഴയ കാലത്തെ ചിന്താഗതികളാണ്. സ്ത്രീകൾക്ക് എന്തും ചെയ്യാം, ആണുങ്ങൾ ചെയ്യുന്ന എന്തും സ്ത്രീകൾക്ക് ചെയ്യാം. ഓക്കെ, സ്ത്രീകൾ ഇപ്പോൾ ഈക്വാലിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഇവര് പിന്നെ നിർബന്ധിച്ച് പിന്നെ യുദ്ധം ചെയ്യാനൊന്നുമല്ല പറഞ്ഞയക്കുന്നത്. ഒരു ഡാൻസ് കളിക്കുന്ന പരിപാടി അല്ലെങ്കിൽ അത് വേണ്ടവർക്ക് കളിക്കാം എന്നുള്ള കണ്ടീഷനിലുള്ള സംഭവമല്ലേ. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ഒരിക്കലും സ്ത്രീകളെ അടിച്ചു താഴ്ത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സൂംബ എന്നുള്ള സംഭവത്തിലുണ്ടായ കാര്യങ്ങൾ വളരെയധികം എന്താ പറയുക, ദൗർഭാഗ്യകരമാണ് എന്നേ പറയാനുള്ളൂ. കാരണം ഞാൻ ഒരുപാട് ആൾക്കാർ പ്രായഭേദമന്യേ ചെറുപ്പക്കാരാണ് കൂടുതലായിട്ട് ഇന്ത്യത്ത്, ചെറുപ്പക്കാരുണ്ട്, അതുപോലെ തന്നെ പിന്നെ മതപണ്ഡിതന്മാർ, ഇസ്ലാം മതപണ്ഡിതന്മാർ, അവരൊക്കെ ഇതിനെ എതിർക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി ലോകത്തിനെ പ്രാക്ടിക്കലായിട്ട് കാണണം. ഇങ്ങനെയൊന്നും അല്ല ലോകം. കാരണം ലോകം ഒരുപാട് മാറിക്കഴിഞ്ഞു. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടി ഇവിടെയുള്ള ലഹരിക്കെതിരെ, അതുപോലെ തന്നെ മറ്റുള്ള കാര്യം മദ്യത്തിനെതിരെ മാത്രമല്ല മറ്റുള്ളതിനെതിരെ നിങ്ങളുടെ ഈ വാക്കുകൾ, മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ അതുകൊണ്ടേ കാര്യമുള്ളൂ. കാരണം ഇങ്ങനെയുള്ള വ്യായാമ മുറേനെ എതിർക്കുന്നത് തികച്ചും കാണത്തപരമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. കാരണം നിങ്ങളുടെ മതത്തിലുള്ള ആൾക്കാർ തന്നെ, അതായത് ഇപ്പം മുസ്ലിംസ് തന്നെ നിങ്ങളെ എതിർക്കാനും വെറുക്കാനും ഇതിന് കാരണമാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിയുള്ള പെൺകുട്ടികളും ബുദ്ധിയുള്ള ആൺകുട്ടികളും വിചാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റായ ഒരു, അതായത് നിങ്ങൾ അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് എന്നവർ മനസ്സിലാക്കും. അത് നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് മതപരമായ ചേരിതിരിവും അതുപോലെ തന്നെ തെറ്റായ രീതിയിലേക്കും ഈ ഒരു ടോപ്പിക് കൊണ്ടുപോകുന്നതിൽ വളരെയധികം സങ്കടമുണ്ട്. സൂംബ സംഭവങ്ങൾ, അതായത് സൂംബ എക്സസൈസ്, ആ ഒരു പരിപാടി എല്ലാ സ്കൂളുകളിലും വളരെ സക്സസ്ഫുൾ ആയിട്ട് വളരെ നന്നായി പോകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഇതിലൂടെ നമുക്ക് ആരോഗ്യകരമായ ലഹരിയില്ലാത്ത ഒരു തലമുറയെ വാർത്തെടുക്കാൻ, അത് നിങ്ങൾക്കിപ്പോൾ പൂർണ്ണമായിട്ട് എന്താ പറയുക 100% നടക്കണമെന്നില്ല, എന്നാലും ആഗ്രഹിക്കാലോ, ലഹരിയില്ലാത്ത ആരോഗ്യകരമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗുഡ് ബൈ.